നമ്മുടെ പരിപാടി അടിപൊളി, നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാ. സൂപ്പർ. മോഹൻ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പരിപാടി? അടിപൊളി. പരിപാടി വളരെ നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. അടിപൊളി പ്രോഗ്രാമായിരുന്നു. ഇത് നടത്തിയ എല്ലാ ഭാരവാഹികൾക്കും എൻ്റെ വ്യക്തിപരമായ നന്ദി രേഖപ്പെടുത്തുന്നു. സമൂഹത്തിലൊരു മുതൽക്കൂട്ടായിട്ടാണ് ഞാൻ കരുതുന്നത്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പരിപാടി? അടിപൊളി പ്രോഗ്രാമായിരുന്നു. വളരെ കൊള്ളാം, അടിപൊളി. സൂര്യദേവന്റെ പൊൻകതിരിലും കുഞ്ഞുമിന്നാമിനുങ്ങിലും നിന്നു തുള്ളി കളിക്കുമാൻ ദീപമേ എന്നും കൈതൊഴാം. സൂര്യദേവന്റെ പൊൻകതിരിലും കുഞ്ഞുമിന്നാമിനുങ്ങിലും നിന്നു തുള്ളി കളിക്കുമാൻ ദീപമേ എന്നും കൈതൊഴാം. കൈതൊഴാം തൊഴാം കൈതൊഴാം തൊഴാം കൈതൊഴാം ജ്യോതിസേ. കൈതൊഴാം തൊഴാം കൈതൊഴാം തൊഴാം കൈതൊഴാം തൊഴാം കൈതൊഴാം. Thank you, Dennis and Bindu. ഡർബി മലയാളി അസോസിയേഷൻ്റെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മെമ്പേഴ്സ്, ഈസ്റ്റർ, വിഷു എന്നീ ആഘോഷങ്ങളുടെ ഭാഗമായാണ് നാം ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ആമുഖമായി ഒന്ന് രണ്ട് കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ സവിശേഷ ശ്രദ്ധയെ ക്ഷണിക്കുക എന്ന ഒരു ചെറിയ ഉത്തരവാദിത്തമാണ് എന്നെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നത്. കേരളമെന്ന സ്വർഗത്തിൽ ജീവിക്കുവാൻ വേണ്ട ബുദ്ധിവൈഭവം ഇല്ലാത്തതുകൊണ്ട് സ്വയം നാട് കടത്തപ്പെട്ടവരാണ് പ്രവാസി മലയാളികൾ. ആയതിനാൽ ഈ മലയാളികൾ ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നു കഴിഞ്ഞാലും, ഈവൻ 10 പേരെ ഉള്ളെങ്കിൽ പോലും തനതായ മൂല്യങ്ങളെ, സ്വന്തം കലകളെ അവർക്ക് കൈവിടാനാവില്ല. ആയതിനാലാണ് എവിടെയും ഓരോ മലയാളി അസോസിയേഷൻ, അതല്ലെങ്കിൽ കേരള ക്ലബ് പോലെയുള്ള ഓരോ ചെറിയ സംഘടനകൾ രൂപപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ നൈബറിംഗ് സിറ്റീസ് ലൈക്ക് ലെസ്റ്റർ, നോട്ടിംഗ്ഹാം എന്ന പോലെയുള്ള സിറ്റികളിൽ അത്രയും അംഗബലം നമുക്കില്ല എങ്കിൽ കൂടിയും കുറച്ച് മാസങ്ങളായി നാം ഇവിടെയും ഒരു മലയാളി അസോസിയേഷനെ പറ്റി ചിന്തിക്കുകയും അതിനായി ആഗ്രഹിക്കുകയും അതിനായി പരിശ്രമിച്ചും പോരുന്നു. ആ പരിശ്രമത്തിൻ്റെ ഫലമായി ഏതാനും ആഴ്ചകളായി, അതല്ലെങ്കിൽ കഷ്ടി മാസങ്ങളായി, ഡർബി മലയാളി അസോസിയേഷൻ എന്ന ഒരു സംഘടനയ്ക്ക് നാം ഇവിടെ രൂപം കൊടുക്കുകയും ഇവിടെ ചെറിയ തോതിൽ പിച്ച വെച്ച് നടക്കുകയുമാണ്.
നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സംരംഭമാണ്. തെറ്റുകളും കുറ്റങ്ങളും ഒരുപാടുണ്ടാവും. സദയം ക്ഷമിക്കുക. ഈ സംഘടനയുടെ, ഈ ഡർബി മലയാളി അസോസിയേഷൻ എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ദീപക് ജോർജ് ഈ സംഘടനയ്ക്ക് വേണ്ടി ഒരു വെബ്സൈറ്റും ഉണ്ടാക്കുകയുണ്ടായി. www.derbymalayali.org എന്നതാണ് അതിൻ്റെ അഡ്രസ്. ആ വെബ്സൈറ്റിൽ നമുക്ക് വേണ്ട പല ഇൻഫർമേഷൻസും കോർത്തിണക്കിയിട്ടുണ്ട്. അതിൻ്റെ പരമാവധി പ്രയോജനം നിങ്ങൾ അതിൽ നിന്നും പ്രയോജനം ഉണ്ടാവണം. നമ്മുടെ സംഘടനയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇന്നിവിടെ ഡർബി മലയാളി അസോസിയേഷൻ എന്ന ഈ സംഘടന ഔദ്യോഗികമായി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ്. അതിന് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് വിശേഷണങ്ങൾക്കൊന്നും വിരൽ തൊടാനാവാത്ത ഒരു വ്യക്തിയെയാണ്. ബർമിംഗ്ഹാം ഇന്ത്യൻ കോൺസുലേറ്റിലെ ശ്രീ വി നാരായൺ സർ മലയാളിയുടെ ഘട്ടങ്ങളിൽ സഹായഹസ്തവുമായി എത്തുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് അദ്ദേഹം. അതിന് ഒരു ഉദാഹരണ സഹിതം ഞാൻ വ്യക്തമാക്കാൻ ശ്രമിക്കുകയാണ്. പ്രത്യക്ഷമായിട്ടല്ല, പരോക്ഷമായിട്ടെങ്കിലും എനിക്കും ഇടപെടേണ്ടി വന്ന ഒരു സാഹചര്യം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഇവിടെ ആഗ്രഹിക്കുന്നു. കാര്യം, നമ്മൾ കോൺസുലേറ്റ്, എംബസി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നെറ്റി ഒന്ന് ചുളിയുമായിരിക്കാം. എന്നാൽ അങ്ങനെയല്ല എന്ന് തെളിയിക്കുന്ന ഒരു ഇൻസിഡൻറ്റിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. കഴിഞ്ഞ മെയ് മാസം നോട്ടിംഗ്ഹാം മലയാളി അസോസിയേഷൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന് ഞാൻ പങ്കെടുക്കുകയുണ്ടായി. അന്നാണ് ശ്രീ നാരായൺ സാറിനെ ഞാൻ അവിടെ ആദ്യമായി കാണുന്നതും അദ്ദേഹത്തിൻ്റെ അന്നത്തെ പ്രസംഗത്തിൽ നമ്മുടെ ചില തെറ്റായ ധാരണകൾ ടുവേർഡ്സ് കോൺസുലേറ്റ്, എംബസി, അപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമാണ് നമ്മുടെ ഓരോ സർവീസൊക്കെ നേടിയെടുക്കാനായിട്ട്. അങ്ങനെയുള്ള നമ്മുടെ ചില തെറ്റായ ധാരണകളെ മാറ്റിയെടുക്കുവാൻ വളരെ പര്യാപ്തമായ ഒരു പ്രസംഗമായിരുന്നു അത്. ആ പ്രസംഗത്തിൻ്റെ അവസാനം അദ്ദേഹത്തിൻ്റെ എമർജൻസി ഘട്ടങ്ങളിൽ നമുക്കൊരു വാഗ്ദാനവും അങ്ങനെ തന്നിരുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് എമർജൻസി എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ ഞാൻ ചെയ്തുതരാം കേട്ടോ എന്ന് ലാസ്റ്റ് അങ്ങനെ ഒരു വാഗ്ദാനം നടത്തിയിരുന്നു. ഇത് പരീക്ഷിക്കപ്പെടുവാനായിട്ട് ഉണ്ടായ ഒരു ഇൻസിഡൻറ്റിലേക്കാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ കൊണ്ടുപോകുന്നത്. നാം എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ അസോസിയേഷൻ്റെ ഒരു അംഗവും പ്രത്യേകിച്ച് ഈ അസോസിയേഷൻ്റെ ഒരു കമ്മിറ്റി മെമ്പർ കൂടിയായ ഷിബു അജിത ഫാമിലി, അവർ കൂടും കൊടുക്കുകയുമായിട്ട് ഒരു ദിവസം നാട്ടിലേക്ക് പോകാനായിട്ട് ബർമിംഗ്ഹാം എംബസി ചെല്ലുകയും അവിടെ ചെന്ന് ചെക്ക് ഇൻ ചെയ്തു. പല ഗേറ്റുകൾ കടന്ന് ലാസ്റ്റ് എമിഗ്രേഷൻ കൗണ്ടറിൽ എത്തിയപ്പോഴാണ് അറിയുന്നത് ഒരു കുട്ടിയുടെ പാസ്പോർട്ട് എക്സ്പയർ ആയിരിക്കുന്നു. ഒന്ന് ചിന്തിച്ച് നോക്കൂ, ഇവിടുത്തെ ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അന്ന് യാത്ര ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ പൈസ നഷ്ടപ്പെടുന്നു. അങ്ങനെ ഒരു തികച്ചും അപകടകരമായ ഒരവസ്ഥ. അവർക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഈ ഷിബു വളരെ ബേജാറാണ്. അന്ന് രാത്രി 10 മണി ആയി എന്നും ഓർക്കണം. ഷിബു ആകെ പരിശ്രമിച്ച് ബേജാറായിട്ട് എന്നെ ആദ്യമായിട്ട് വിളിക്കുക. ഞാനൊരു നൈറ്റ് ഷിഫ്റ്റിലിരിക്കുന്ന ഒരു സമയം, ഒരു കാട്ടിൽ കുറേ കുറുക്കന്മാരും ഒക്കെ ആയിട്ട്, അങ്ങനത്താണല്ലോ എൻ്റെ പണി. ഇത് കേട്ട ഉടനെ എനിക്കും വലിയ വിഷമം തോന്നി. പിടിയുന്ന ഈ നാരായൺ സാർ അവിടെ നമ്മുടെ നോട്ടിംഗ്ഹാമിൽ സംസാരിക്കുന്നതെല്ലാം ഒരു സ്ക്രീനിൽ തെളിയണ പോലെ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വരികയും ഒക്കെ ഉണ്ടായി. ഇപ്പം ഇങ്ങനെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരം കിട്ടുമല്ലോ, അങ്ങനെ സഹായിക്കാൻ കഴിയുമല്ലോ എന്ന് ഞാൻ വിചാരിക്കുകയും അത് ഉടനെ, പക്ഷെ നമ്പർ കയ്യിലില്ല. ഉടനെ ഞാൻ നോട്ടിംഗ്ഹാമിലുള്ള പലരെയും കോണ്ടാക്ട് ചെയ്തും പിടിച്ചും ലാസ്റ്റ് നമ്പർ കിട്ടി. നമ്പർ കിട്ടുമ്പോൾ 10:30 കേട്ടോ.
പക്ഷേ എങ്ങനെ വിളിക്കും, എങ്ങനെ വിളിക്കാതിരിക്കും? ഭാഗ്യത്തിന് എയർലൈൻകാർ ഒരു 2 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ് കൊടുത്തു. ആ ഡേറ്റിന് പോയില്ലെങ്കിൽ പൈസ മുഴുവൻ നഷ്ടം. ഇപ്പം ഇങ്ങനെ ഈ 10:30 സമയത്ത് സാർ ഉറങ്ങിക്കാണുമോ ഇല്ലയോ, ആകെ ഒരു 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 മാനസികാവസ്ഥയിലാണ് ഞങ്ങൾ. എന്നാലും ഞാൻ ഷിബുവിനോട് പറഞ്ഞു, എന്നാലും ഷിബു ധൈര്യമായിട്ട് സാറിനെ വിളിച്ചു. ഏതായാലും സാറ് ചീത്ത പറഞ്ഞാൽ ഒരു മലയാളിയുടെ ചീത്തയല്ലേ, സാറില്ല നമുക്ക് കേട്ടുകളയാം എന്ന് വിചാരിച്ചു. ഏതായാലും സർവ്വ ദൈവങ്ങളെയും വിളിച്ച് ഷിബു നാരായൺ സാറിനെ വിളിച്ചു, കിട്ടി. പക്ഷെ സാർ ചീത്ത പറഞ്ഞില്ല. പകരം പറഞ്ഞത്, നിങ്ങൾ കുട്ടികളുമായിട്ട് ധൈര്യമായിട്ട് വീട്ടിലേക്ക് ഡർബിക്ക് തിരിച്ചു പോയിക്കോളൂ, തിങ്കളാഴ്ച രാവിലെ എൻ്റെ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. എന്താ പറയുക, തിങ്കളാഴ്ച രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ശനി ഞായർ ഒന്നും നടക്കുകയില്ല, ഹോളിഡേയ്സാണ്. തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞാണ് ഫ്ലൈറ്റ്. തിങ്കളാഴ്ച ഏതാനും മണിക്കൂറുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് വല്ലതും ആവും, ആരെങ്കിലും ഒരു അത്ഭുതം നടക്കാതെ ഒന്നും സംഭവിക്കത്തില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പ്. ഏതായാലും നമ്മുടെ എംബസിയല്ലേ, ഈ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് പാസ്പോർട്ട് ശരിയാക്കി എടുക്കാൻ പറ്റുമോ? എനിവേ ഈ സാറിൻ്റെ ഈ റിപ്ലൈ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഷിബുവിൻ്റെ ചങ്കിലേക്ക് ഒരു ഐസ് കട്ട എടുത്ത് വെച്ചൊരു പ്രതീതി. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ഒരു 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 യുദ്ധം ജയിച്ച പടയാളിനെ പോലെ ഷിബു തിരിച്ച് ഡർബിക്ക് പോന്നു. ഷിബു എന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞത് ഒരു സുഖപ്രസവം കഴിഞ്ഞ ഒരു പ്രതീതി എന്നാണ് പറഞ്ഞത്. എനിവേ പിറ്റേ ദിവസം ശനിയാഴ്ച, ശനി ഞായർ കൊണ്ട് വെബ്സൈറ്റിൽ നിന്ന് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. ഇതെല്ലാമായിട്ട് ഷിബു റെഡി വെളുപ്പിനെ, സാറ് വന്നതിനൊക്കെ മുമ്പേ ബർമിംഗ്ഹാം എയർപോർട്ട് കോൺസുലേറ്റിൽ റെഡി ഓഫീസിൽ. സാറ് വന്നതിന് ശേഷം വെറും 2 മണിക്കൂർ കൊണ്ട്, നിങ്ങൾക്ക് വിശ്വസിച്ചാലും വിശ്വസിച്ചാലും വിശ്വസിക്കണം, വെറും 2 മണിക്കൂർ സമയം കൊണ്ട് 5 വർഷം വാലിഡിറ്റി ഉള്ള പാസ്പോർട്ട് സാർ എടുത്ത് കൊടുക്കുന്നു. അതാണ് നാരായൺ സാർ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? അതാണ് ഈ ഇരിക്കുന്ന നാരായണ സാർ. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തത പുലർത്തുന്ന നാരായൺ സാർ. എനിവേ, അങ്ങനെ അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഔട്ട്ലൈൻ അദ്ദേഹത്തെ പറ്റി കിട്ടിക്കാണും. ഓക്കെ, ഇനി ഒരു 6:30-7 മണിയോടുകൂടി പ്രോഗ്രാം നമുക്കിവിടെ അവസാനിപ്പിക്കാം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനോടിടയ്ക്ക് നമ്മുടെ ചില മെമ്പേഴ്സിൻ്റെ ചില പ്രോഗ്രാംസ്, ചില പാട്ടുകളുണ്ട്. അതുകൂടാതെ ഇവിടെ പ്രൊഫഷണൽ ഗായസംഘമുണ്ട്. അവരുടെ പേര് ജീനിയസ് വോയിസ് എന്ന് പറയുന്നൊരു പ്രൊഫഷണൽ ഗായസംഘം ഇവിടെ പാടുന്നുണ്ട്. എല്ലാവരും പാട്ട് കേൾക്കണം, ആസ്വദിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ലഘുഭക്ഷണവും സംഘാടകർ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് ആസ്വദിക്കുക, അനുഭവിക്കുക. അതിനുശേഷം എല്ലാവരും സന്തോഷമായി പിരിഞ്ഞു പോവുക. അപ്പോൾ ഒരു 7 മണിക്ക് മുമ്പ് നമ്മുടെ പരിപാടികൾ അവസാനിക്കും. കാരണം നൈറ്റ് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരു അറേഞ്ച്മെൻറ്റ്സ് ആണ്, ഈ ടൈം അറേഞ്ച്മെൻറ്റ്സ് ഈ രീതിയിൽ വന്നിരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ ഓർമ്മപ്പെടുത്തിക്കോട്ടെ. ഈ നാരായണ സാർ ബർമിംഗ്ഹാമിലുണ്ട് എന്നും പറഞ്ഞ് ഇത് കേട്ടുകൊണ്ട് നിങ്ങൾ എക്സ്പയർ ചെയ്ത പാസ്പോർട്ടുമായിട്ട് പോകരുത്. എല്ലാവരും പാസ്പോർട്ട് എന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. അങ്ങനെ ഈ നാരായൺ സാറിനെ നമുക്ക് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഒരു സുഹൃതം ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, സമയം നമുക്ക് വളരെ കുറച്ച് പരിമിതമാണ്. ഇനി നമ്മുടെ ഈ ക്ലബിൻ്റെ ഈ ഡർബി മലയാളി അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് ശ്രീ ജോജു ചെറിയാനെ സ്വാഗത പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്നും ബൈ. ബഹുമാനപ്പെട്ട നാരായണ സാർ, വേദിയിലേക്ക് മറ്റു വ്യക്തികളെ, മെമ്പേഴ്സ്, ബഹുമാനപ്പെട്ട ഡർബി മലയാളി സുഹൃത്തുക്കളെ, സമയപരിധിയായ ദീർഘിപ്പിക്കുന്നില്ല, എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട നാരായണ സാറിന് ഡർബി മലയാളി അസോസിയേഷൻ്റെ പേരിൽ ഞാൻ ആദ്യമായി സ്വാഗതം പറഞ്ഞു. അടുത്തതായി നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി മിസ്റ്റർ ദീപക് ജോർജാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചു.
പിന്നെ നമ്മുടെ ഈ അസോസിയേഷൻ്റെ ഈസ്റ്റർ വിഷു പ്രോഗ്രാം വിജയിപ്പിക്കാനെത്തിയ ഗാനമേള ട്രൂപ്പാണ് ജീനിയസ് വോയിസിന് ഡർബി മലയാളി അസോസിയേഷൻ്റെ ഹാർദവമായ സ്വാഗതം. പിന്നീട് നമ്മുടെ ഇവിടെ കൂടിയ എല്ലാ മലയാളി മെമ്പേഴ്സിനാണ്, പിന്നെ നമ്മുടെ എല്ലാ മലയാളി ഫാമിലി സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായ പേരിലും അസോസിയേഷൻ്റെ പേരിലും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇവിടെ ഭദ്രദീപം കൊളുത്തിയാണ് നമ്മുടെ ഈ ഡർബി മലയാളി അസോസിയേഷൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതിലേക്കായി ശ്രീ നാരായൺ സാർ, പ്രസിഡൻറ്റ് ജോജു ചെറിയാൻ, ദീപക് ജോർജ് ഇവർ വന്ന് ഭദ്രദീപം കൊളുത്തി നമ്മുടെ ഈ അസോസിയേഷൻ്റെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഗാനമേള ഇവിടെ അവതരിപ്പിക്കപ്പെടും. ഓക്കെ. Halo, halo. Subhanallah, 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 subhanallah.
നമ്മളിവിടെ ഒരു ലക്കി ഡിപ്പ് നടത്തുന്നുണ്ട്. അതിൻ്റെ ഫസ്റ്റ് പ്രൈസാണിത്. DVD പ്ലെയർ. 1 പൗണ്ടേ ഉള്ളൂ സഹായ വില. 1 പൗണ്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കൂപ്പൺ കിട്ടും. ഇതേപോലെ 2 സെയിം ഡ്യൂപ്ലിക്കേറ്റ് നമ്പേഴ്സാണുള്ളത്. അതിൽ നിന്ന് ഒരു നമ്പർ നിങ്ങൾക്കും തരും. പേരൊന്നും എഴുതുന്നില്ല, ടെലിഫോൺ നമ്പർ എഴുതുന്നില്ല. അപ്പോൾ ലാസ്റ്റ് ക്ലെയിം വരുമ്പോൾ ആ നമ്പർ ഒന്ന് കാണിച്ചാൽ മതി. കൂടാതെ ഒരു പിക്നിക്ക് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ജൂൺ 14 ഒരു പിക്നിക്ക് അറേഞ്ച് ചെയ്യുന്നുണ്ട് ഓൾട്ടൺ ടവേഴ്സിലേക്ക്. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് വെബ്സൈറ്റിലുണ്ടായിരിക്കും. മറക്കരുത്. www.derbymalayali.org. കൂടാതെ ഓണം സെപ്റ്റംബർ 13 നടത്താനായിട്ട് പരിപാടിയുണ്ട്. ഓണസദ്യ പ്ലസ് ഓണസദ്യ. അത് ഓണം പരിപാടി സെപ്റ്റംബർ 13, പിക്നിക്ക് ജൂൺ 14. ഇപ്പോൾ നമ്മുടെ ലക്കി ഡിപ്പ് പരിപാടി. எங்காலே உள்ளங்கள் எல்லாமே வைரங்கள் நீ கொஞ்சம் பட்டத்தை கட்டா எங்காலே உள்ளங்கள் எல்லாமே வைரங்கள் நீ கொஞ்சம் பட்டத்தை கட்டா சத்தி எல்லாம் தேங்காலே சொர்க்கம் வரும் இந்த மண்ணிலே. Thank you. കസ്തൂരി മാമിഴി മലർച്ചമീതു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു കസ്തൂരി മാമിഴി മലർച്ചമീതു കൽഹാര
സ്വർഗീയ സ്വരമാധുരി ആ ഗന്ധർവ സ്വരമാധുരി കസ്തൂരിമാനി മനസ്സരമേതു കന്ഹാര പുഷ്പം പൂമഴവേതു പൊൻകിരണം പൂവായി വിരിയുമെന്നാത്മകർഷം ഭൂമിയാകെ പൊൻകിരണം പൂവായി വിരിയുമെന്നാത്മകർഷം നീ എന്നിലോ ഞാൻ നിന്നിലോ നീ എന്നിലോ ഞാൻ നിന്നിലോ കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു ആർക്കെങ്കിലും എന്റെ പിറകെ ചെയ്യണമോ പറയൂ സായാഹ്നമേഘം നിൻകവിളി താരാഗണങ്ങൾ നിൻകിളി സായാഹ്നമേഘം നിൻകവിളി താരാഗണങ്ങൾ നിൻ പൂമിഴി പൂതിങ്ങളോ തേജിൻവിളോ പൂതിങ്ങളോ കുമ്പിളോ പൊന്നോമച്ചുണ്ടിലെ നന്ദസ്മൃതം കസ്തൂരിമാനി മലർശരമേതു കൽഹാര പുഷ്പങ്ങൾ പൂമഴവേതു കസ്തൂരിമാനി മലർശരമേതു കൽഹാര പുഷ്പങ്ങൾ പൂമഴവേതു ഇത്രയും നല്ല ഒരു उससे मिलूंगा एक बार मिला दे यार मिला दे दिलदार मिला दे यार मिला दे दिलदार मिला दे फिर किसके चेहरे का रंग मिल गया बिखरा हुआ आज कोई इसको मिल गया फिर किसके चेहरे का रंग मिल गया बिखरा हुआ आज कोई इसको मिल गया मिल गया आओ मिल गया हमने तो ढूंढ लिया था
മൂടാതെ മുത്തുക്കട്ടി തൊട്ട് പകാർ പൈനാപ്പിളാടാൻ പെണ്ണേ ഒന്ന് ചൊല്ലുക ഇല്ലെന്ന് രണ്ടിലൊന്ന് ചൊല്ലുക എന്താ കണിവെട്ടത്ത് കടുത്താ സമ്മാനം കൊടുക്കാനായി നമ്മുടെ ജയൻചേട്ടനെ വിളിക്കണം. എല്ലാവരും ജയൻചേട്ടന് വേണ്ടി ഒരു ഒന്ന് ചിയർ ചെയ്താ. ഈ ജീവിതം ജയൻചേട്ടൻ കിട്ടുന്ന എന്ത് ചെയ്യായിരുന്നു? ഞാൻ സിബിയുടെ ഒരു CD ഇട്ട് ഡാൻസ് കാണും. അതുപോലെ അപ്പോൾ എൻ്റെ എല്ലാവിധ ആശംസകളും ഇടത് കൈ കൊണ്ട് തരുന്നത് ശരിയല്ല എങ്കിലും വലത് കൈ തരുന്നത് ഇടത് കൈ അറിയേണ്ട മൈക്കൊന്ന് മാറ്റി പിടിക്കട്ടെ. താങ്ക് യു. ഇനി 50 പൗണ്ട് വൗച്ചർ ആർക്ക് കിട്ടിയെന്ന് നോക്കാം. നെസ്ലിയാണ് അടുത്തെടുക്കാൻ പോകുന്നത്. നെസ്ലി, സോറി. Number 606. Are you 606? നമ്മുടെ കൊച്ചി യേശുദാസ് തന്നെ സമ്മാനം. ആദ്യമായിട്ടാണ് എനിക്കൊരു ചാൻസ് കിട്ടുന്നത്. അതുകൊണ്ട് മോൻ എന്ത് വരം വേണമെങ്കിലും ചോദിക്കൂ. വിട്ടു. അടുത്ത റാഫിൽ എടുക്കാൻ വേണ്ടി ഓക്കെ. 599. 600 ഒരെണ്ണം കുറഞ്ഞ ആർക്കുള്ള രണ്ടു പ്രാവശ്യം ജയം കൊടുത്തു. ഇനി രാധാകൃഷ്ണൻ കൊടുക്കുന്നൊരു ആഗ്രഹം. ഞാൻ തന്നെ കൊടുക്കണ്ടല്ലേ? എടി മാലു, എന്നിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. ഇന്നാൾ പഠിപ്പിച്ച 2 സ്റ്റെപ്പ് നീ പഠിച്ചോടി? പഠിച്ചോ? നിന്റെ തലയിൽ എന്തെടി പേനിന്റെ ചാവരയാണല്ലോ ഡേ. എനിക്കിട്ടില്ല. എന്നെ ഈ സമ്മാനം എടുക്കാൻ വിളിച്ച എല്ലാവർക്കും നന്ദി. ഈ കുട്ടിക്ക് ഇവിടെ നല്ല ഡാൻസ് കേട്ടോ. 3 ബേസിക് സ്റ്റെപ്പ് പഠിച്ച് ഇവളിപ്പോൾ നമ്മുടെ ഡാൻസിൽ നമ്മുടെ സൂപ്പർ ഡാൻസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. സഹകരിക്കുക. നല്ല സമ്മാനമാണ് കേട്ടിരിക്കുന്നത്. എടി എൻ്റെ ഫിനാൻസ് എടി പോളിസാണല്ലോ ഡി. കുറച്ച് തരും. താങ്ക് യു.
മാടികിയെ മുട്ടും മാടി പൊട്ടു പോയിടുവേ മാറി 10 നേരം കോറടിക്കും എന്റെ പണ്ണും താങ്ങി ലോകം ഭൂലോകം സ്വന്തം ഊര് മാറിട്ട പങ്ക് പങ്ക് പോവേണ്ട വലിയ സഭാതി വെള്ളിയാടി വെള്ളി കാത്തിരിക്കുമാ നാല് പേർക്ക് നല്ല സഞ്ച കൂപ്പി നമ്മളെ സുത്തേ വരും നീ കുമ്പിട് പോണ ദൈവം കുറുക്കെ വന്നതടാ കുറുക്കെ വന്ന ദൈവം അത് കൂടെയാടുതമാ പാലമുണ്ടിടാ കൂടെയുണ്ടിടാ വേണ്ടിക്കിട്ട് തോടയെത്തിടാ വെട്ടുകൊണ്ടുടാ രണ്ടിടാ വെട്ടി വച്ച തേങ്ങയിലെ പൂണ്ട് പണ്ടിടാ മല്ലന്മാരുണ്ടെങ്കിൽ ഈ ഇവരുടെ കമ്മിറ്റി മെമ്പേഴ്സിനെ കോൺടാക്ട് ചെയ്യുക പേര് കൊടുക്കുക കഴിയുന്നത്ര നേരത്തെ. ഓക്കെ, ഇനി നമ്മളൊരു 6:15 ഇവർ പാക്കപ്പ് ചെയ്യാനാണ് പരിപാടി. 6:15 കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഒന്ന് സഹകരിച്ചൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് 7 മണിക്ക് ഹോൾ തിരിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഒരു 10-15 മിനിറ്റും കൂടിയുള്ള പരിപാടികളാണ് നമുക്കിവിടെ ഉള്ളത്. എല്ലാവരും സഹകരിക്കുക, ഇരിക്കുക. ഇനി ഒരു ചെറിയ വോട്ട് ഓഫ് താങ്ക്സ് ഉണ്ട് സെക്രട്ടറിയുടെ. അതിനുശേഷം നമുക്കെല്ലാവർക്കും തിരിഞ്ഞു പോകാവുന്നതാണ്. ഒരു 15 അല്ലെങ്കിൽ ഒരു 20 മിനിറ്റും കൂടി പ്ലീസ് ബെയർ വിത്ത് us. ഓക്കെ, താങ്ക് യു. Thank you. മുട്ടയിടിയും വെട്ടി മഴയുടെ ശക്തിയും എടുത്ത് എന്റെ മോഹത്തുകൾ
ആകാശവീതി തോറും കറങ്ങണ ആനന്ദിച്ചു വരുന്നേ പറക്കണ വട്ടം കറങ്ങി വയലിലെ പുള്ളിപ്പരല് ആകാശവീതി തോറും കറങ്ങണ ആനന്ദിച്ചു വരുന്നേ പറക്കണ വട്ടം കറങ്ങി വന്ന് വയലിലെ പുള്ളിപ്പരൽ കൊത്താ പരലി 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 പൂവാലി പരലി പരലി ഇന്നലി നിറച്ച് പരലി വെള്ളത്തിലോടുള്ള വെള്ളപ്പരപ്പ് കണ്ട് പരല് തുള്ളി കളിച്ചൊരുങ്ങി നിരന്ന വിഷുമലയിലെല്ലാം നിറഞ്ഞ തുവളിപ്പൂ പരല് വെള്ളപ്പരപ്പ് കണ്ട് പരല് തുള്ളി കളിച്ചൊരുങ്ങി നിരന്ന വിഷുമലയിലെല്ലാം നിറഞ്ഞ തുവളിപ്പൂ പരല് പരലി 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 പൂവാലി പരലി പരലി ഇന്നലി നിറത്ത് പരലി വെള്ളത്തിലോടണ പരലി പരലി പൂവാലി പരലി പരലി ഇന്നലി നേരത്തി പരലി വെള്ളത്തിലോടണല്ല അന്ന് വയലിലല്ല പരലിന്റെ തുള്ളിക്കളി തുടങ്ങി അന്നേരം ചെമ്മാനം കണ്ടിറങ്ങി പുതു നിറച്ചും പുള്ളിച്ചെമ്പരുന്ന് അന്ന് വയലിലല്ല പരലിന്റെ തുള്ളിക്കളി തുടങ്ങി അന്നേരം ചെമ്മാനം കണ്ടിറങ്ങി പുതു നിറച്ചും പുള്ളിച്ചെമ്പരുന്ന് പരലി 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 പൂവാലി പരലി പരലി ഇന്നീ നിരത്ത് പരലി ചോറിലോടണ പരലി 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 പൂവാലി പരലി പരലി ഇന്നീ നിരത്ത് പരലി ചോറുപുറത്തേറി. താങ്ക് യു വെരി മച്ച്. ആദ്യമായി തന്നെ ഇന്നിവിടെ എത്തിച്ചേർന്ന അറൗണ്ട് 75ഓളം ഫാമിലീസ് ഇന്നിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. മലയാളി അസോസിയേഷൻ ഭാരവാഹികളുടെ പേരിലും എല്ലാവരുടെയും പേരിൽ ഞാൻ അവർക്ക് എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു. അടുത്തതായി നാരായണൻ സാർ ഇവിടെ ഇല്ലായിരുന്നു, ഇവിടെ ഇല്ലിപ്പോൾ ചെയ്തതിന് അദ്ദേഹത്തെ സ്മരിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും പേരിൽ അദ്ദേഹത്തിന് ഞാൻ പ്രകാശിപ്പിക്കുന്നു. ഇവിടെ സണ്ണിച്ചേട്ടൻ പറയുന്ന പോലെയോ അല്ലെ സാവു പറയുന്ന പോലെയോ അത്ര പ്രാസംഗിക കഴിവൊന്നും എനിക്കില്ല, എങ്കിലും ഞാൻ ശ്രമിക്കുകയാണ്. ആദ്യത്തെ പരിപാടിയായിരുന്നത്. ഉദ്ഘാടന കർമ്മം ഇപ്പോൾ കഴിഞ്ഞു. ആദ്യം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറേ ബുദ്ധിമുട്ടുണ്ട്. ഇതൊരു എപ്പോഴും പറയുന്ന പോലെ ഇതൊരു വോളണ്ടറി ഓർഗനൈസേഷനാണ്. എല്ലാവരും സഹകരിക്കണം. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആദ്യത്തെ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തു. കുറേ കുറ്റങ്ങളും കുറവുകളും കാണും, വിമർശിക്കാൻ മടിക്കരുത്. ഞങ്ങളെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള എല്ലാവരെയും കോൺടാക്റ്റ് ചെയ്യാം, അറിയിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ്, നിങ്ങളുടെ താല്പര്യങ്ങൾ എന്താണ്. കാരണം ഫ്യൂച്ചർ പരിപാടികളിൽ ഞങ്ങളതെല്ലാം ഉൾക്കൊള്ളാൻ ശ്രമിക്കാം. നല്ലൊരു പ്രകടനം കാഴ്ചവെച്ച് നല്ലൊരു രാഗസന്ധ്യ നമുക്കായി തീർത്ത ജീനിയസ് വോയിസിന് അസോസിയേഷൻ്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരും വളരെയധികം കഷ്ടപ്പെട്ടു. അവരെ കൂടാതെ വളരെയധികം പേരുണ്ട്, എങ്കിലും കുറച്ച് പേരുടെ പേര് സണ്ണി ചേട്ടൻ, ഇതിനുവേണ്ടി വളരെയധികം പ്രയത്നിച്ചു. നിങ്ങളിപ്പോൾ കണ്ട ഇന്നത്തെ ദിവസത്തെ മാത്രമല്ല, ഇതിനു മുമ്പ് ബാക്കിയുള്ള ഓർഗനൈസിങ്, കാരണം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ബാനർ വരെ ഇത് നാട്ടിൽ നിന്ന് ചെയ്തുകൊണ്ട് വന്നതാണ്. ഇതിനൊക്കെ ഒത്തിരി തോട്ട് ഇതിൻ്റെ പുറകിൽ പോയിട്ടുണ്ട്. അതിനകത്ത് നോക്കുവാണെങ്കിൽ മനസ്സിലായെന്ന് അറിയത്തില്ല, അതിൻ്റെ ലോഗോ നോക്കുവാണെങ്കിൽ നമുക്ക് ഡാർബി റാമിൻ്റെ പടം കാണാം.
നമ്മുടെ ജോയി ചേട്ടൻ ചെയ്തതാണ്. അങ്ങനെ വളരെയധികം പേർ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ഞാൻ എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. പിന്നെ അടുത്ത പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഓണത്തിന് ഞങ്ങളൊരു 1 day പ്രോഗ്രാമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് ഇതുപോലൊരു ഹോളിലായിരിക്കില്ല, ഓപ്പൺ എയർ ആയിരിക്കും. എവിടെയെങ്കിലും ഗ്രൗണ്ടിൽ വെച്ച് ചെയ്യണമെന്നാണ്. ചില നാടൻ മത്സരങ്ങളും ചീട്ടുകളി മത്സരമോ അല്ല വടംവലി മത്സരമോ എന്തെങ്കിലും നമുക്ക് കൂടുതൽ ഓർഗനൈസ് ചെയ്യാം. ഞങ്ങൾ വെബ്സൈറ്റിൽ കൂടി എല്ലാം പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഫുൾ ഫ്ലെഡ്ജ് വെബ്സൈറ്റ് ഒന്നുമല്ല, ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. അത് അപ്ഡേറ്റ് ചെയ്യാൻ എല്ലാവർക്കും സമയപരിമിതി മൂലം എല്ലാവർക്കും പറ്റുന്നില്ല. ആർക്കെങ്കിലും വോളണ്ടിയർ ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക, ഞാനുള്ള അവസരങ്ങൾ ഒരുക്കി തരാം. പിന്നെ ഒരു 1 day ടൂറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആൾട്ടൺ ടവേഴ്സിലേക്കാണ്. അതിൻ്റെ ഡേറ്റും വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഇത് അസോസിയേഷൻ ഇതുപോലത്തെ പ്രോഗ്രാം അല്ല, വോളണ്ടറി ആൾക്കാർക്ക് താല്പര്യമുള്ളവർ മാത്രം രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് ഗ്രൂപ്പ് ബുക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റെഡ്യൂസ്ഡ് പ്രൈസിൽ എൻട്രൻസ് കിട്ടിയേക്കും. അപ്പം അങ്ങനെയാണ് നമുക്ക് ഓർഗനൈസ് ചെയ്ത് ബസ്സൊക്കെ ബുക്ക് ചെയ്ത് പോകാം. അതുകൊണ്ട് അതായത് പോകുന്നു താല്പര്യമുള്ളവർ അതിനുള്ള ഫീ കൊടുത്തിട്ട് അതിൻ്റെയും എമൗണ്ട് നമ്മൾ പബ്ലിഷ് ചെയ്യാം. താല്പര്യമുള്ളവർ എത്ര എന്നെയും കോൺടാക്ട് ചെയ്യാം. അത് ജൂണിൽ ഒരു സാറ്റർഡേ ആണ്. ഈ ഓണം ഒരു സാറ്റർഡേ, സെപ്റ്റംബറിൽ ഒരു സാറ്റർഡേ. ആൾട്ടൺ ടവേഴ്സിൻ്റെത് ജൂണിലൊരു സാറ്റർഡേ ആണ്. രാവിലെ പോയി ഒരു 1 day പ്രോഗ്രാം. വേറെ ഏതെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അറിയിക്കുക. പിന്നെ ഇതൊരു തുടക്കം മാത്രം. ഇനിയും ഇതുപോലെ അനേകം ഫങ്ഷൻസ് ഉണ്ടാകട്ടെ. ഒരു നല്ല ക്ലോസ്ലി നിറ്റ് ആയിട്ടുള്ള ഒരു നല്ല സ്ട്രോങ് കമ്മ്യൂണിറ്റി ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊള്ളുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.